കുറഞ്ഞത് 10 വർഷം, അതല്ലെങ്കിൽ പിന്നെ ജീവപര്യന്തം. ജീവപര്യന്തം പറഞ്ഞാൽ വെറും ജീവപര്യന്തം അല്ല, മരണം വരെ തടവ് നീളാം. അത് കൂടാതെ പിഴയും ഈടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. FIR ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പൊതുജനത്തിന് ആ FIR കിട്ടാൻ സാധ്യതയില്ല എന്നാണ്. സ്ത്രീകൾ, കുട്ടികൾ അതുപോലെയുള്ള കേസുകളിലൊക്കെ, അവർ ഇരയായി ചാർത്തപ്പെടുന്ന കേസുകളിലൊക്കെ FIR പബ്ലിക്കായിട്ട് വിടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയകൾക്ക് FIRന്റെ പകർപ്പ് കിട്ടി എന്നുള്ള അവകാശവാദം ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെന്തൊക്കെയോ ചമച്ചു കൂട്ടി പറയുന്നതാവാനാണ് സാധ്യത. എങ്കിലും അവർ പുറത്തുവിട്ട കുറെ വകുപ്പുകൾ, കുറെ കാര്യങ്ങൾ, ഈ വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് കേസെടുത്തത് എന്നവർ പറയുമ്പോൾ അത് പോലീസിൽ നിന്ന് ഒരു പക്ഷേ ഇന്ന വകുപ്പുകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നൊരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന്, രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് കേസാണ് നേരിടേണ്ടി വരുന്നത്, അയാൾക്കിട്ട വകുപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ IPC ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയാണ്. അതിൽ കുറച്ച് വകുപ്പുകൾ പറയുന്നത് BNS 315, 115, 64F, 64M, BNSന്റെ 89 ഇത്രയുമാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇത്തരത്തിൽ IT അടക്കമുള്ള ഇത്രയും വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വകുപ്പുകൾ എങ്ങനെയാണ് ബാധിക്കുക എന്നും ആ വകുപ്പുകൾ, ഇട്ട വകുപ്പുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് BNS 315, ഇത് മാധ്യമങ്ങൾ പറഞ്ഞാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. ഇന്ന വകുപ്പുകളാണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞതാണ്. FIRൽ അത് ആ വകുപ്പാണ് ഇട്ടേക്കുന്നത് എനിക്കറിയില്ല, ഞാൻ FIR കണ്ടിട്ടില്ല. ആണ് എന്നുണ്ടെങ്കിൽ, ഈ 315 ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന സ്വത്തുക്കൾ, അത് പണം, ആഭരണം, അല്ല ഫർണിച്ചർ, അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിച്ചു മാറ്റുന്നതിന്, ചോദിച്ചു അങ്ങനെയല്ല, അടിച്ചു മാറ്റുകയോ പിടിച്ചു പറിക്കുകയോ മോഷ്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പ്രയോഗിക്കുന്ന ഒരു വകുപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ബന്ധുക്കൾക്കോ അവകാശികൾക്കോ ലഭിക്കേണ്ട സ്വർണമോ പണമോ അവിടെയുള്ള മറ്റാരെങ്കിലും മോഷ്ടിച്ചാൽ അതിപ്രകാരം കേസാകും. ഇനി അതിന് ശിക്ഷ എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയേ കിട്ടുമെന്നാണ് പറയുന്നത്. 3 വർഷം വരെ. കുറ്റവാളി മരിച്ചയാളുടെ ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ, അല്ലെങ്കിൽ അതുപോലെ നോക്കും. അതായത് വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, വിശ്വസ്തനാണെന്നുണ്ടെങ്കിൽ ശിക്ഷ കൂടും എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത വകുപ്പ് നോക്കുകയാണെങ്കിൽ BNS 115, മനഃപൂർവ്വം ദേഹോദ്രവം ഏൽപ്പിക്കുന്നത്. ഒരാളെ അടിച്ചോ ഇടിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതിന് ഇടുന്ന ഒരു വകുപ്പ്. അതിനുള്ള ശിക്ഷ 10,000 രൂപ തടവ് ശിക്ഷ കിട്ടാം, 1 വർഷം വരെ തടവും കിട്ടാം. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ കിട്ടാം. ഇത് പഴയ IPC 323 തുല്യമെന്നാണ് പറയുന്നത്. അപ്പോ ഈ കേസ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ടയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കേസ് നോക്ക്. ആദ്യം എന്താ പറഞ്ഞത്? 315. ആ വകുപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തില് ആരെങ്കിലും മരിച്ചിട്ടുള്ള ആരെങ്കിലും, ഈ ഇര എന്ന് പറയുന്നവരുടെയോ മറ്റാരുടെയെങ്കിലോ മരിച്ചവരുടെ ആരുടെയെങ്കിലും സ്വത്തടിച്ചു മാറ്റിയതായിട്ട് ഇവിടെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടില്ല. അത് മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വകുപ്പ് പ്രഥമ ദൃഷ്ടിയ തന്നെ നിലനിൽക്കില്ല. എന്തുകൊണ്ടാണ് ആ വകുപ്പ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായതുമില്ല. പിന്നെ രണ്ടാമത്തത് 115, BNSന്റെ 115 ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മനഃപൂർവ്വം അടിച്ച കേസാണ്. അങ്ങനെ അടിച്ച കേസാണെന്നുണ്ടെങ്കിൽ 1 വർഷം തടവോ 10,000 ഒക്കെ വരും. ആ പീഡനം, ശാരീരിക പീഡനമൊക്കെ അതിനകത്ത് വരും. അത് ഏതൊക്കെ തരത്തിലുള്ള പീഡനം എന്ന് അവർ തീരുമാനിക്കട്ടെ. വേണമെങ്കിൽ രാഹുലിന്റെ മണ്ടയിൽ അത് ചാർത്താവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വകുപ്പ് പറയുന്നത് BNS 64, 2F, 64, 2M ഒക്കെയാണ്. ഇത് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. അതിങ്ങനെയാണ് പറയുന്നത്: ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലോ ചെയ്യുന്ന കുറ്റകൃത്യം. BNS 64, 2F എന്ന് പറയുന്നത് ഒരു വിശ്വാസമുള്ള ഒരാൾ, അതായത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട ആൾ, സംരക്ഷിക്കപ്പെടേണ്ട ആള്, അത്തരത്തിലുള്ള ഒരാൾ. ഉദാഹരണത്തിന് അധ്യാപകര്, രക്ഷകർത്താവ്, അടുത്ത ബന്ധു, അതുപോലെയുള്ളവർ. നമുക്കറിയാം ഇതേ കേസിൽ ഈ പോക്സോ കേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർമാര്, കൗൺസിലേഴ്സ്, കുടുംബാംഗങ്ങൾ, അത്തരക്കാർക്ക് ശിക്ഷ കൂടുതലാണ്. എന്ന് പറയുന്നത് പോലെ വളരെ വിശ്വസിക്കാൻ തന്റെ കൂടെ സംരക്ഷകരായി നിൽക്കേണ്ട ആൾക്കാർ, അത്തരം ആൾക്കാർ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ BNS 64, 2F വകുപ്പ് ഇടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രത്തോളം വിശ്വസ്തനായിരുന്നോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പിന്നെ അതില് 64, 2M, അതില് ഒരേ സ്ത്രീയെ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുന്നത്,
അതിനെയാണ് ആ വകുപ്പ് അങ്ങനെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 3 തവണ ബലാത്സംഗം ചെയ്തു, ആവർത്തിച്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ 3 തവണ ചെയ്തു എന്ന് പറയുന്നതിന്റെ സാങ്കത്യം മറ്റു വീടുകളിൽ നമുക്കറിയാം. 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബലാത്സംഗം ചെയ്യപ്പെടാൻ ചെന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഉഭയകക്ഷി സമ്മതമായി മാറും. അതായത് ഉഭയകക്ഷി സമ്മർദ്ദപ്രകാരം തമ്മിൽ ശാരീരിക ബന്ധം നടത്തിയ ശേഷം പിന്നീട് പിണങ്ങുമ്പോൾ അതൊരു ബലാത്സംഗമായി മാറുന്നതായിട്ട്. അതിൽ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഗർഭിണി ആയതിനു ശേഷം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗർഭിണി ആയതിനു ശേഷവും പിന്നെ ആ ഒരു കാര്യത്തിന് വീണ്ടും വിളിച്ചു വരുത്തുമ്പോൾ പോയി എന്ന് പറയുമ്പോൾ അതും ഉഭയകക്ഷി സമ്മതമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് വാർത്തകളിൽ വരുന്നത് ആള് വിവാഹിതയാണ് എന്നാണ്. വിവാഹിതയായിട്ട് അധികം ആയിട്ടുമില്ല, 1 വർഷം പോലും ആയിട്ടില്ല. അപ്പൊ 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുമായി ഇത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഏർപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിരോധിച്ചിട്ടൊന്നുമില്ല. അത് അവനവന് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ പോയി ചെയ്തതിന് ശേഷം അവിടെ എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അയാളെ പ്രതികൂട്ടിൽ കയറിയിട്ട് ഇപ്പുറത്തേക്ക് വരുന്നത് ശരിയാണോ എന്ന ന്യായയുക്തമായ ചോദ്യത്തിന് മുന്നിൽ മറുപടി അവർക്ക് പറയേണ്ടി വരും. നോക്കാം. പക്ഷെ ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് കുറച്ച് കടുത്ത ശിക്ഷയാണ്. അതായത് BNS 64(2)F 64(2)M ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കടുക്കുന്നത്. ഇത് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പുറത്തു വരാനുള്ള സാധ്യത കുറവാണ്. അതായത് കുറഞ്ഞത് 10 വർഷം, അതല്ലെങ്കിൽ പിന്നെ ജീവപര്യന്തം പറഞ്ഞാൽ വെറും ജീവപര്യന്തം അല്ല, മരണം വരെ തടവ് നീളാം. അതുകൂടാതെ പിഴയും ഈടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് പറ്റുന്ന ഒരു വകുപ്പാണത്. അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് BNS 89. അത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുക. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണത്. നേരത്തെയുള്ള കാര്യങ്ങളായിരിക്കും എടുത്തു വെച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മനഃപൂർവ്വം ഒരു അനുവാദമില്ലാതെ, സ്ത്രീയുടെ അനുവാദമില്ലാതെ ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമേറിയ ഒരു കുറ്റമായിട്ടാണ് ഇപ്പോൾ BNS-ൽ വെച്ചിട്ടുള്ളത്. അതിനും ഈ പറഞ്ഞതുപോലെ ജീവപര്യന്ത തടവോ അതല്ലെങ്കിൽ 10 വർഷമെങ്കിലും മിനിമം തടവോ പിഴയോ ഒക്കെ കിട്ടിയെന്ന് വരാം. അപ്പൊ ഈ 2 വകുപ്പുകൾ, ഈ 89 എന്ന് പറയുന്ന ഈ വകുപ്പും അതിന് തൊട്ടുമുമ്പത്തുള്ള 64 വകുപ്പ്, ഈ 2ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം അത് ചെയ്തു എന്ന് കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയവുമില്ല, കുടുംബജീവിതവുമില്ല, കുടുംബവുമില്ല, ഒന്നുമില്ല, ശിഷ്ടകാലം മരണം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ്. ഇനി ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇത്തരത്തിലുള്ള വകുപ്പുകൾ ഇട്ട് കുറ്റം ചാർത്തി കൊടുത്തതിന് ശേഷം, അന്വേഷണ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇത്തരത്തിലാണ് FIR-ൽ വകുപ്പുകൾ ചേർത്തിരിക്കുന്നത് എന്നതുകൊണ്ട് അയാൾ ഇപ്പൊ പിടികൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അയാളുടെ രാഷ്ട്രീയ ഭാവി എന്നല്ല, അയാളുടെ ജീവിത ഭാവി തന്നെ തീരും, ജീവിതം തന്നെ തീരും. പിന്നെ അയാൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം തനിക്ക് പറയാനുള്ളതും തനിക്ക് നിരത്താനുള്ള തെളിവുകളും എല്ലാം കോടതി സമക്ഷം നിരത്തി വെച്ചു കഴിഞ്ഞാൽ നീതി നിർവാഹകനായ കോടതി അദ്ദേഹത്തിന് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ അതിനു മുമ്പായി കഴിഞ്ഞാൽ പോലീസ് തന്നെ ബന്ധപ്പെട്ട തെളിവുകളെല്ലാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടമാണ് അപ്പുറത്ത് എന്നതുകൊണ്ട് ഭരണകൂടത്തിന് വേണ്ടി അങ്ങനെ നശിപ്പിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായി വരും. കാരണം ഭരണം അവരുടെ കയ്യിലാണ്, ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലാണ്. ഇല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തല ഉരുളുന്ന ഒരു സാഹചര്യം വരും. അത് പേടിച്ചിട്ട് അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യം വരും. പോലീസിന്റെ കസ്റ്റഡിയിലാണല്ലോ, പുറത്താണെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ ഭരണകൂടത്തിന്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹം മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം നിയമത്തിന് കീഴടങ്ങി ആ നിയമ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് അന്വേഷണവും മറ്റു കാര്യങ്ങളും നടത്തി തെളിവുകളും എല്ലാം നിരത്തി അദ്ദേഹം നീതി നേടുകയോ അതല്ല ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. Different angles. Don't forget to subscribe and support this channel.